ജൂൺ 27 വ്യാഴാഴ്ച. മത്തായി 7:21 മുതൽ 29 വരെ വാക്യങ്ങൾ. നിത്യസഹായ മാതാവിൻ്റെ ഐക്കൺ റെഡംപ്റ്ററിസ്റ്റ് സന്യാസ സഭാ വൈദികരെ ഏൽപ്പിച്ചതിൻ്റെ 159 വാർഷിക ദിനമാണ് ഇന്ന്. 1865 ഡിസംബർ മാസം വാഴ്ത്തപ്പെട്ട പയസ് 9 മാർപ്പാപ്പ ഈ തിരുസ്വരൂപത്തെ റെഡംപ്റ്ററിസ് വൈദികരെ ഏൽപ്പിച്ചതിന് ശേഷം അന്നത്തെ സുപ്പീരിയർ ജനറലിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു: അവളെ ലോകമെമ്പാടും അറിയിക്കുക. ഈ ചിത്രം തികച്ചും ഹൃദയസ്പർശിയായ ഒരു കഥയുടെ ക്ലൈമാക്സ് ചിത്രീകരിക്കുന്നു. ഒരു ഐതിഹ്യമനുസരിച്ച് ഒരു ദിവസം ശിശുവായ യേശു തനിയെ നടക്കുമ്പോൾ പെട്ടെന്ന് 2 മാലാഖമാർ അവന് പ്രത്യക്ഷപ്പെട്ടു. പ്രവാചക സ്വഭാവമുള്ളതായിരുന്നു ഈ പ്രത്യക്ഷപ്പെടൽ. കാരണം 2 മാലാഖമാരുടെയും കൈകളിൽ അവൻ സഹിക്കാൻ പോകുന്ന ഭാവി പീഡകളുടെ ഉപകരണങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം താൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിന്ദ്യമായ വിധിയുടെ ഓർമ്മപ്പെടുത്തലായി ആ മാലാഖമാരുടെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ കണ്ട് യേശു ഭയപ്പെട്ടു. ഒരുപക്ഷെ ഗെത്സമേൻ തോട്ടത്തിൽ തനിക്ക് അനുഭവിക്കാൻ പോകുന്ന വ്യഥകളുടെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കാം അത്. എന്നാൽ ഇവിടെ പിതാവിലേക്ക് തിരിയുന്നതിന് പകരം അവൻ തൻ്റെ അമ്മയിലേക്ക് തിരിഞ്ഞു. തന്നെ ആശ്വസിപ്പിക്കാനും തനിക്ക് ധൈര്യം പകർന്നു തരാനും അവൻ തൻ്റെ അമ്മയുടെ കൈകളിലേക്ക് ഓടി. മാതാവും ഉണ്ണിയേശുവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആ നിമിഷത്തിലാണ് ഈ ഐക്കോൺ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ സന്ദേശം അവരുടെ സ്നേഹത്തിൻ്റെ സൗന്ദര്യം പ്രസരിപ്പിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക പ്രബോധനമായ ഇവാഞ്ചലി ഗൗഡിയം അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: നല്ലതോ മനോഹരമോ ആകർഷണീയമായ എന്തെങ്കിലും നാം കണ്ടെത്തുമ്പോൾ അത് ഒരുപക്ഷെ സിനിമയാകാം, ഒരു കലാസൃഷ്ടിയാകാം, പുസ്തകമാകാം, അല്ലെങ്കിൽ വ്യക്തിയാകാം. അത് നമ്മിൽ തന്നെ സൂക്ഷിക്കാതെ മറിച്ച് അത് പങ്കുവയ്ക്കാനുള്ള ഒരു മിഷണറി ആവേശം കൊണ്ട് നാം നിറയുന്നു. നമ്മുടെ സന്തോഷം ഇരട്ടിയാക്കാൻ കഴിയുന്നൊരു വഴിയാണത്. ദൈവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുക്കുന്നത് ഏറ്റവും മനോഹരവും സത്യവുമാണ്. നിത്യസഹായ മാതാവിൻ്റെ ചിത്രവും അങ്ങനെയാണ്. ദരിദ്രരെയും ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടവരെയും സുവിശേഷവൽക്കരിക്കുക എന്ന ദൗത്യത്തിൽ റെഡംപ്റ്ററിസ്റ്റ് വൈദികരെ സഹായിക്കുന്നതിന് പയസ് 9 മാർപ്പാപ്പ ഈ മനോഹരമായ ഐക്കോൺ അവരെ ഏൽപ്പിച്ചു. അത് മറ്റുള്ളവരുമായി പങ്കിടാനുള്ള ഒരു മിഷണറി ആവേശം കൊണ്ട് റെഡംപ്റ്റിസ്റ്റുകാർ ഇതിനെ തന്നെ ഒരു മിഷണറി ഉപകരണമാക്കി, ചായം പൂശിയ ഒരു സുവിശേഷമാക്കി. അതിൻ്റെ നിറങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമൃദ്ധി പ്രഘോഷിച്ചു. 150 വർഷങ്ങളിലേറെയായി നിത്യസഹായ മാതാവിൻ്റെ ഐക്കൺ റെഡംപ്റ്ററിസ്റ്റ് വൈദികരുടെ സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു.
ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലും അവർ അവരുടെ ദൗത്യങ്ങളിൽ, പ്രതിവാര നൊവേനകളിൽ, ധ്യാന പ്രസംഗങ്ങളിൽ അവളെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അവളുടെ ബഹുമാനാർത്ഥം പാട്ടുകൾ പാടുന്നു. ഘോഷയാത്രയായി തിരുസ്വരൂപം കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു കാലത്ത് അറിയപ്പെടാതിരുന്ന ധാരാളം ഇടവകളിൽ ഇന്ന് നിത്യസഹായ മാതാവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തിടെ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെയും വെബ് പേജുകളിലൂടെയും അവളെ അറിയിക്കുക എന്ന തങ്ങളുടെ ദൗത്യം അവർ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിത്യസഹായത്തിൻ്റെ മാതാവ് നാം പഠിച്ചവരായാലും അല്ലാത്തവരായാലും നമുക്കെല്ലാവർക്കും ഒരു ലേഖനം ആണ്. തൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരോടും അപ്പോസ്തലനായ പൗലോസ് കൊറിന്ത്യസിലെ തൻ്റെ അനുയായികളോട് പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. ഇതാണ് മാതാവ് നമ്മളോട് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.